കിടത്തിയിരിക്കുന്ന ഒരു മയ്യത്തുണ്ട്. ആ മയ്യത്ത് നമ്മളുടേതായിട്ടൊന്ന് കാണും. വേറൊരാൾ മരിച്ചു കിടക്കുന്ന കാണാൻ നമുക്ക് സുഖം ഉണ്ടാവും. ആ കിടക്കുന്ന തുണിന്റെ ചോട്ടിൽ കിടക്കണ മയ്യത്തുണ്ടല്ലോ, ആണാകട്ടെ പെണ്ണാകട്ടെ, ഈ സദസ്സിലിരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കും. സഹോദരി, നിന്റെ കാതിലുള്ള ആഭരണം അഴിച്ചു വെച്ചു, നിന്റെ കയ്യിലുള്ള വള അഴിച്ചു വെച്ചു, നീ ശരീരത്തിൽ ധരിച്ചിരുന്ന വസ്ത്രം അഴിച്ചു വെച്ചു, സഹോദരാ നിന്റെ കയ്യിൽ കെട്ടിയ വാച്ചടിച്ചു വെച്ചു, നീ ധരിച്ച പാന്റും കുപ്പായവും അടിച്ചു വെച്ചു, നിന്നെ ഒരു വെള്ള തുണിയുടെ താഴെ കിടത്തിയിട്ടുണ്ട്, വാ പൊളിച്ചു പോകാതിരിക്കാൻ വായ പിടിച്ച് കെട്ടിത്തന്നിട്ടുണ്ട്, വയറ് വീർത്ത് വരാതിരിക്കാൻ വയറ്റത്ത് ചെറിയ ഭാരമുള്ള വസ്തു വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തുണിയുടെ താഴെ കിടക്കുന്ന മയ്യത്ത് അത് നമ്മുടേതാണെന്ന് നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്ക്. തൊട്ടടുത്ത പള്ളികളിൽ നിന്ന് അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട്, എന്നാൽ ഇന്ന് ആളുടെ മരണത്തിന്റെ അറിയിപ്പാണ്. ആ വിളിച്ചു പറയുന്ന മരണത്തിന്റെ വാർത്ത നമ്മളെ കുറിച്ചുള്ള വാർത്തയാണ്, നമ്മളെ കുറിച്ചാണ് ആ പറയുന്നത്. ഇതൊക്കെ നമ്മളിവിടെ ഇങ്ങനെ കാണാൻ, ഒരു സാങ്കല്പികമായിട്ട് നമ്മളിങ്ങനെ കാണാൻ, നമ്മളതാ കണ്ടുകൊണ്ടിരിക്കുന്നു. കുറച്ചു കഴിഞ്ഞു ആ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി. ഇപ്പൊ നമ്മുടെ വീട്ടില് ഒരു റൂമിൽ വെച്ചിട്ട് കുളിപ്പിക്കണ മയ്യത്ത് നമ്മളുടേതാ. നമ്മുടെ ഭാര്യ അവിടെ കരയുന്നുണ്ട്, മക്കള് വിങ്ങി വിങ്ങി പൊട്ടി കരയുന്നുണ്ട്, ഭർത്താവ് കരയുന്നുണ്ട്, വാപ്പ കരയുന്നുണ്ട്, ഉമ്മ കരയുന്നുണ്ട്, നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ കരയുന്നുണ്ട്. ഒരു നാടൊട്ടാകെ ഒന്നിച്ചു കരഞ്ഞാലും നഷ്ടപ്പെട്ട ആത്മാവ് തിരിച്ചു പോരൂ. ആ മയ്യത്ത് കുളിപ്പിക്കുകയാണ്. വീട്ടിൽ വെച്ച് ഇപ്പോൾ കുളിപ്പിക്കുന്ന മയ്യത്ത് അത് നമ്മുടേതാണെന്ന് നമ്മൾ സങ്കല്പിക്കുക. ശരീരത്തിൽ നിന്ന് വരുന്ന മാലിന്യങ്ങൾ കഴുകി വൃത്തിയാക്കി തരികയാണ്. കുളിപ്പിച്ചു കഴിഞ്ഞ മയ്യത്ത് സുബ്ഹാനല്ലാഹ്, നമ്മൾ ധരിച്ച പാന്റിന്റെ വില എത്രയാ, നമ്മൾ ധരിച്ച സാരിയുടെ വില എത്രയാ, അവസാനമായി പൊതിയാനുള്ള വെള്ള കഷ്ണങ്ങളുള്ള തുണിയില്ലേ, അത് തൊട്ടടുത്ത തുണിക്കടയിൽ നമ്മെ കാത്തു കിടപ്പാണ്. അവസാനമായി ആ മയ്യത്തതാ കഫൻ ചെയ്യുകയാണ്, വെള്ള തുണിയിൽ പൊതിയുകയാ, നമ്മുടെ ദ്വാരങ്ങളിൽ പഞ്ഞി വെക്കുകയാ, നമ്മുടെ സുജൂദിന്റെ സ്ഥാനങ്ങളിൽ പഞ്ഞി വെക്കുകയാ. ആളുകൾ വിളിച്ചു ചോദിക്കുന്നുണ്ട്, കുളിപ്പിച്ചു കഴിഞ്ഞോ എന്ന്, കഫൻ ചെയ്തു കഴിഞ്ഞോ എന്ന് ആളുകൾ വിളിച്ചു ചോദിക്കുകയാണ്. ഇപ്പം കഴിയുമെന്ന് പറയുന്നു. പള്ളിയിൽ നിന്നുള്ള 6 കട്ടിലതാ നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് എത്തിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ കട്ടില് കണ്ട സമയത്ത് ഒരു നിമിഷം പോലും ആ കട്ടിലിൽ കയറി യാത്ര ചെയ്യുന്ന നാളിനെ കുറിച്ച് ചിന്തിക്കാൻ എനിക്കോ നിങ്ങൾക്കോ ഈ ഭൗതികമായ ലോകത്ത് സമയം കിട്ടിയില്ല. ആ കട്ടിലതാ ഇന്ന് നമ്മുടെ വീട്ടുമുറ്റത്ത് എത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ വീട്ടുമുറ്റത്ത് ആളുകൾ കൂടി നിൽക്കുന്നു. ആ മയ്യത്ത് കട്ടിൽ 6 കാലുള്ള കട്ടിൽ അവിടെ ഇറക്കി വെച്ചിരിക്കും. കുളിപ്പിച്ച് കഫൻ ചെയ്ത് ആ മയ്യത്ത് ജനാസ ആ മയ്യത്ത് കട്ടിലിലേക്ക് വെക്കും. പള്ളിയിലെ ഉസ്താദ് വന്നു, ആളുകളൊക്കെ ഒരു സൂചി നിലത്ത് വീണാൽ കേൾക്കുന്ന നിശബ്ദതയും പെട്ടെന്നുള്ള മരണം. ഈ അടുത്തല്ലേ ഈ നാട്ടിലെ ഒരു പൊന്നുമോളെ മരണം സംഭവിച്ചത്? എത്ര ജനം അവിടെ തടിച്ചുകൂടി കാണും. ആ രംഗം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആലോചിച്ചു. അവസാനം അതാ പള്ളിയിൽ ഉസ്താദ് വന്ന് ഫാത്തിഹ യാസീനൊക്കെ ഓതി ആ മയ്യത്ത് എടുക്കുന്നതിന് മുമ്പ് ദുആ ചെയ്യാ. എന്താ ദുആ ചെയ്യുന്നത്? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുവേ ഈ മയ്യത്തിന് പുറത്തു കൊടുക്കും, ഈ മയ്യത്തിന് ഈ കരുണ കാണിക്കും എന്ന് പറയുമ്പോ ആളുകളൊക്കെ ആമീൻ 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 എന്നിങ്ങനെ ആമീൻ ദുആ ചെയ്യും. ആമീൻ പറയാ. ദുആ കുറച്ചു കഴിഞ്ഞു, ദുആ കഴിഞ്ഞു. അവസാനമായി നമ്മൾ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ വീട്, ഇതിനല്ലേ പ്രവാസ ജീവിതം നയിച്ചത്, ഇതിനല്ലേ നമ്മൾ കൂലിപ്പണിയെടുത്ത് ജീവിച്ചത്, നമ്മൾ കെട്ടിപ്പടുത്തു കൊണ്ടുവന്ന വീട്ടുമുറ്റത്ത് നിന്ന് ഭാര്യയെ വിധവയാക്കി മക്കളെ യതീമാക്കി നമ്മൾ പോവുകയാണ്. മടക്കമില്ലാത്ത ഒരു യാത്ര. അതാണ് ഖബറാകുന്ന മണ്ണറക്കൂട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. ആ മയ്യത്ത് കട്ടിൽ വീട്ടുമുറ്റത്ത് നിന്ന് പൊക്കി തുടങ്ങുമ്പോ വലിയ ശബ്ദത്തിലല്ലാതെ ആളുകൾ ചൊല്ലാൻ തുടങ്ങി, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ദിക്റ് ചൊല്ലിയിട്ട് മയ്യത്ത് കട്ടിൽ ചുമന്നിട്ട് നേരെ പള്ളിയിൽ ചെന്ന് മയ്യത്ത് നിസ്കാരം കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്, അവിടുന്ന് നേരെ ഖബറിന്റെ അടുത്തേക്ക് മയ്യത്ത് കട്ടിൽ കൊണ്ടുപോവുകയാണ്.
ഖബർ കണ്ടിട്ടില്ലേ നിങ്ങൾ? ഇന്ന് നമ്മൾ കിടക്കുന്ന റൂം എന്ത് മനോഹരമായ റൂമാണ്. അവിടെ ഫാനില്ലേ, എയർ കണ്ടീഷൻ ഇല്ലേ, ചൂട് കൊള്ളാതിരിക്കാൻ നമുക്ക് നല്ല സജ്ജീകരിച്ച റൂമുകളല്ലേ ഉള്ളത്. ഏത് മുതലാളിക്കും തൊഴിലാളിക്കും, പണിക്കാരനും പണക്കാരനും, ഏത് പണ്ഡിതനും പാമരനും എല്ലാവർക്കും ഒരേ ഒരു വീട്. ഈ നാട്ടിൽ നിന്ന് എത്രയെത്ര പമ്മാണിമാര് മരിച്ചുപോയി, എത്രയെത്ര ധനികന്മാര് മരിച്ചുപോയി, എത്രയെത്ര പാവങ്ങൾ മരിച്ചുപോയി. എല്ലാവർക്കും കിടക്കാനുള്ളത് ഒരേ വീട്. അത് മണ്ണറക്കൂടാണ് സഹോദരാ. ആ ഖബറാകുന്ന മണ്ണറക്കൂടിന്റെ ചാരത്ത് ഈ കട്ടിലിറക്കി വെച്ചിട്ട് ഈ കട്ടിലിൽ നിന്ന് പതുക്കെ മയ്യത്തെടുക്കുകയാണ്. ആ എടുക്കുന്ന മയ്യത്തുണ്ടല്ലോ, ആ വെള്ള തുണിയിൽ പൊതിഞ്ഞ് കഫൻ ചെയ്തെടുക്കുന്ന മയ്യത്ത്, ആ കഫൻ ചെയ്ത് കിടക്കുന്ന മയ്യത്ത്, ആ കട്ടിലിൽ നിൽക്കുന്ന മയ്യത്ത്, അത് നമ്മുടെ മയ്യത്താണെന്ന് നമ്മൾ സങ്കല്പിക്കുക. നമ്മുടെ ബോഡിയാണ് പൊക്കുന്നത്. പതുക്കെ നമ്മളെ ആ കട്ടിലിൽ നിന്ന് എടുത്തിട്ട് ഖബറിലേക്ക് ഇറക്കി വെക്കുകയാണ്. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ് എന്ന് ചൊല്ലിയിട്ട് നേരെ ഖബറിലേക്ക് ഇറക്കുക. മണ്ണിൽ നിന്ന് വന്ന നമ്മൾ മണ്ണിലേക്ക് തന്നെ മടങ്ങി. ഇനി അവിടെ മൂടുകല്ലൊക്കെ വെച്ച് ഖബറടക്കൽ ചടങ്ങ് കഴിഞ്ഞ് നമുക്ക് തോന്നുന്നുണ്ടോ